Dubai Gold and Diamonds, Pride of Generations. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. വിളയൂർ മൈലാടി പ്രദേശത്ത് വലിയ തോതിൽ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ തള്ളിയവരെ കണ്ടെത്തി. പോലീസ് കേസെടുത്തു. മാലിന്യങ്ങൾ നീക്കം ചെയ്യിപ്പിക്കുമെന്നും പ്രതികളിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും പ്രസിഡന്റ് നീലടി സുധാകരൻ പറഞ്ഞു. വിളയൂർ തിരുവേഗപ്പുറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന എടപ്പലം കൈപ്പുറം പാതയിലെ മൈലാടി പ്രദേശത്താണ് വലിയ തോതിൽ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. ചാക്കിൽ കെട്ടിയാണ് മാലിന്യങ്ങൾ പാതയിൽ തള്ളിയിരുന്നത്. ഇതിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു. തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോലീസിൽ നൽകിയ പരാതിയിൽ സമീപത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയും വളാഞ്ചേരി സ്വദേശി നൂറുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിക്കപ്പ് ലോറി ഉപയോഗിച്ച് വലിയ തോതിൽ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ പാതയിൽ തള്ളിയത് എന്ന് കണ്ടെത്തുകയും ചെയ്തു. സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഇലക്ട്രോണിക് വേസ്റ്റുകൾ ശേഖരിച്ച് ആളൊഴിഞ്ഞ വിവിധ പ്രദേശങ്ങളിൽ തള്ളുകയാണ് സംഘത്തിന്റെ രീതി. കൊപ്പം പോലീസ് സ്റ്റേഷൻ SHO ശിവശങ്കരന്റെ നേതൃത്വത്തിൽ കുറ്റവാളികളെ കണ്ടെത്തുകയും മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. പാതയോരത്ത് തള്ളിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യിപ്പിക്കാനും അതിനുള്ള പിഴ ഈടാക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ടെന്നും അല്ലാത്തപക്ഷം കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് കൈമാറുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പറഞ്ഞു. കുറച്ച് ദിവസങ്ങളായിട്ട് വിളയൂരിനെ ബേസ് ചെയ്തുകൊണ്ടൊരു മാലിന്യ പ്രശ്നം ഉണ്ടായിരുന്നു. വിളയൂർ എടപ്പലം ഭാഗത്ത് മൈലാടി എന്ന് പറയുന്ന പ്രദേശത്ത് എടപ്പലം വിളയൂരിൻ്റെയും തിരുവേപ്പുറയും പഞ്ചായത്തുകളുടെ സംഗമകേന്ദ്ര അവിടെ ഒഴിഞ്ഞ പ്രദേശമാണ്. ആ ഒഴിഞ്ഞ പ്രദേശത്ത് അതിർത്തിയിൽ വേസ്റ്റ് നമ്മളെ ഇലക്ട്രോണിക് വേസ്റ്റുകൾ അതുപോലെ നമ്മളെ കുക്കറിൻ്റെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വേസ്റ്റ് അവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ടായിരുന്നു. ആ തള്ളിയിട്ട് അത് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ രാവിലെ അത് അറിഞ്ഞു. അന്ന് തന്നെ രാവിലെ സെക്രട്ടറിൻ്റെ പരാതി രേഖാമൂലം നമ്മൾ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നൽകി പോലീസ് അതിൽ കേസെടുത്ത് അതിൻ്റെ അന്വേഷണം ഊർജിതമായി നടന്നു വരികയായിരുന്നു. ഇന്നലെ ആ വാഹനം വേസ്റ്റ് കൊണ്ടുവന്നിട്ടു എന്ന് പറയപ്പെടുന്ന വാഹനം ഇന്നലെ പോലീസ് അത് പിടിച്ചെടുത്തു. ആ വാഹനം അതിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാലിന്യം ഇട്ട ടീമിനെ പോലീസിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ടായിരുന്നു. അവർ പോലീസ് സ്റ്റേഷനിൽ വന്ന് SHOൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വന്ന് ബന്ധപ്പെട്ട നമ്മളെ ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, VO അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും ഞാനും അവരുമായിട്ട് സംസാരിച്ച് അതിൻ്റെ ക്രിയാത്മകമായി ചെയ്യുന്ന നടപടികൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഞങ്ങൾക്ക് വ്യക്തമായ അതിന് ചുമത്താവുന്ന പരമാവധി പിഴ ചുമത്തുക, അതോടൊപ്പം അവിടെയുള്ള വേസ്റ്റ് അവർ കോരി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ഓപ്ഷനുള്ളത്. രണ്ടാമതുള്ളത് ആ മാലിന്യം നിക്ഷേപിച്ച ആ വാഹനം കണ്ടുകെട്ടി കോടതിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് രണ്ട് രീതിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ആ രണ്ട് രീതിയും അവരോട് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ അതിൽ ഏതെങ്കിലും രണ്ട് രീതിയിൽ ഒന്ന് നമ്മളവർ നടപ്പാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.